കോഴിക്കോട് ഭൂഗർഭ ടാങ്കിൽ ഇറങ്ങി വിഷവാതകം ശ്വസിച്ച് മരിച്ച സിറാജിനെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെ അപകടത്തിൽപ്പെട്ട വിശ്വനാഥൻ ഗുരുതരാവസ്ഥയിൽ. ആരോഗ്യസ്ഥിതിയിൽ നേരിയ പുരോഗതിയുണ്ട് എന്ന് ഡോക്ടർമാർ അറിയിച്ചു. സമീപത്തെ കൊറിയർ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന വിശ്വനാഥൻ അപകട വിവരമറിഞ്ഞ് രക്ഷാപ്രവർത്തനത്തിനായി ഓടിയെത്തുകയായിരുന്നു. കോഴിക്കോട് മൂട്ടോളിയിൽ മലിനജല ടാങ്കിന്റെ നിർമ്മാണത്തിനിടെയാണ് ഇന്നലെ തൊഴിലാളിയായ സിറാജ് അതിനകത്തിരുന്ന് ശ്വാസം മുട്ടി മരിച്ചത്. സിറാജിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് കോഴിക്കോട് സ്വദേശിയായ വിശ്വനാഥൻ എന്ന ചെറുപ്പക്കാരൻ ആ കുഴിയിലേക്ക് ഇറങ്ങുകയും അപകടത്തിൽപ്പെടുകയും ചെയ്യുന്നത്. സിറാജിനെ വലിച്ച് പുറത്തെടുക്കാൻ ശ്രമിക്കുന്നതിനിടെ വിശ്വനാഥൻ കുഴഞ്ഞ് വീഴുകയായിരുന്നു. സിറാജ് അപകടത്തിൽപ്പെടുന്നത് കണ്ട് സ്വന്തം ജീവൻ പോലും തൃണവൽഗണിച്ചാണ് വിശ്വനാഥൻ രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിയത്. പെട്ടെന്ന് തന്നെ ഫയർഫോഴ്സ് എത്തിയതിനാലാണ് വിശ്വനാഥനെ പുറത്തെടുക്കാൻ കഴിഞ്ഞത്. ഇപ്പോൾ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിയുകയാണ് വിശ്വനാഥൻ. കോഴിക്കോട് വർഷങ്ങൾക്ക് മുമ്പ് മാൻഹോളിൽ വീണ ഇതര സംസ്ഥാന തൊഴിലാളികളെ രക്ഷാപ്രവർത്തനം നടത്തുന്നതിനിടെ നൌഷാദ് അതിനടിയിൽപ്പെട്ട് മരിക്കുകയും ദാരുണമായി മരിക്കുന്ന സംഭവം ഉണ്ടായിരുന്നു. കേരളം ഏറെ ചർച്ച ചെയ്തതാണ്. വലിയ മനുഷ്യസ്നേഹത്തിൻ്റെ പ്രതീകമായ ഒരു സംഭവമായിരുന്നു അത്. സമാനമായ രീതിയിൽ തന്നെയാണ് ഇപ്പോഴും സിറാജിനെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെ വിശ്വനാഥൻ ഇപ്പോൾ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. ഏതായാലും വിശ്വനാഥനെ ഇന്നലെ ശ്വാസം നിലച്ച നിലയിലായിരുന്നു പുറത്തെടുത്തത്. പെട്ടെന്ന് ഫയർഫോഴ്സ് CPR ഉൾപ്പെടെയുള്ള അടിയന്തര സഹായം നൽകിയതുകൊണ്ടാണ് ജീവൻ നിലനിർത്താൻ കഴിഞ്ഞത്. ഇപ്പോൾ ഡോക്ടർമാരോടൊക്കെ തീവ്ര പരിചരണത്തിൽ സ്വകാര്യ ആശുപത്രിയിൽ കഴിയുകയാണ് വിശ്വനാഥൻ. മുഹമ്മദ് ഷഹീദ്, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.